രാവിലെ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു പൂരിയും ബാജിയുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ഉപ്പ് ചേർത്ത വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പം അതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് മാവുമാണ് ഇട്ട് കൊടുത്തത്. നന്നായിട്ട് ഈ മാവ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അതിൻ്റെ ചൂടെല്ലാം മാറി നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ വലിയ ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുത്തത്. ഏകദേശം 5 എണ്ണം ഉണ്ടായിരുന്നു. പലകയിൽ നമ്മൾ എണ്ണയോ പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ചെറിയ ഒരു അടപ്പ് വെച്ച് നമ്മളെ ചെറിയ ഷേപ്പിൽ ഇത് മുറിച്ചെടുത്തു. ചെറിയ പൂരിയായിട്ടാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. പരത്തിയെടുത്ത മാവ് നമ്മൾ എല്ലാം ഇതേപോലെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. വലുതായിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ വലിയ പൂരിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിന്ന് ചെറിയ കുട്ടിപ്പൂരിയാണ് ഉണ്ടാക്കിയത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് നമുക്ക് പൂരി ഓരോന്നായി ഇട്ട് കൊടുത്ത് പൊരിച്ചു പോരാം. നന്നായിട്ടിത് പൊള്ളി വരുന്നുണ്ട്. ഒരു കുമിളയായിട്ട് നമുക്കിത് കിട്ടും. ഇങ്ങനെ പരത്തിയെടുത്ത എല്ലാ പൂരിയും നമ്മളിതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കടലക്കറിയോ ബാജിയോ മസാലക്കറിയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മളിന്നുണ്ടാക്കുന്നത് ബാജിയാണ്. ക്ലീൻ ചെയ്തെടുത്ത കിഴങ്ങ് നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്ത് പച്ചമുളക്, സവോള, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ വേവിച്ചെടുത്തു. കടുക് പൊട്ടിച്ച ചട്ടിയിൽ നമ്മൾ ലേശം ഉഴുന്നുകൂടി ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ചെറുതായി എരിഞ്ഞ 1 സ്പൂണ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇഞ്ചിയൊക്കെ നന്നായിട്ട് വറുത്തെടുക്കണം. അതിൻ്റെ ആ പച്ചച്ചവ മാറുന്നവരെ നന്നായിട്ടിത് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ച കിഴങ്ങിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം ചേർക്കാതെ കിഴങ്ങ് വേകാൻ ലേശം വെള്ളം മാത്രം ഒഴിച്ച് നമ്മൾ ഉപ്പും ഒഴിച്ചാണ് വേവിച്ചെടുത്തത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ബാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി. എന്നാൽ നമുക്ക് കഴിച്ചാലോ. ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ. ഇനിയും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ